ആകാശവാണി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കുഞ്ഞായി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വൻ ബീഫ് വേട്ട. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 1.5 കിലോ ബീഫ് കസ്റ്റംസ് അധികൃതർ പിടികൂടി. ഇതിൽ 1/2 കിലോ വരട്ടിയതും ബാക്കി 1 കിലോ ഫ്രൈയുമാണ്. പ്രതി ചാക്കോച്ചനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാൾക്ക് അന്തർദേശീയ ബീഫ് കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നു. ചാണകത്തിൽ ചവിട്ടിയതിന് യുവാവിനെ പ്രത്യേക അന്വേഷണ സംഘം കൊല്ലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരുന്നു. ഈ കൊടിയ കുറ്റത്തിന് UAPA ചുമത്തുമെന്ന് കരുതപ്പെടുന്നു. പശുവിന് കാടിയും പരുത്തിക്കുരുവും കൊടുക്കാൻ 2 നേരം താമസിച്ചതിന് കോഴിക്കോട്ട് നിന്ന് ബീരാനെയും കുടുംബത്തെയും റിമാൻഡ് ചെയ്തതായി റിപ്പോർട്ട്. പട്ടിണിയാണ് കാരണമായി പറയുന്നതെങ്കിലും തീവ്രവാദ ബന്ധം ഉണ്ടോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. പിന്നാക്കിൽ വിറ്റാമിൻ കുറവ് ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 100ഓളം പലചരക്ക് കടകൾ ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. കടയുടമകളിൽ നിന്ന് 10 പശുവിനെയോ എരുമയോ വാങ്ങാനുള്ള പിഴ ഈടാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പശുമുരുകൻ എന്ന ചിത്രത്തിനെതിരെ പ്രതിഷേധവുമായി പശു സംരക്ഷക മുന്നണി നേതാവായ ശശി രംഗത്ത്. ഗോമാതാവ് എന്ന നാമകരണം ചെയ്യണമെന്ന ആവശ്യവുമായി നിയമസഭയ്ക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തുമെന്നും സുര അറിയിച്ചു. ബീഫ് നിരോധിച്ചതിൽ പ്രതിഷേധിച്ച് കിസ് ഓഫ് ലവ് പ്രവർത്തകർ മറൈൻ ഡ്രൈവിൽ പോത്തിനെ ചൊമ്പിക്കുമെന്ന് കിസ് ഓഫ് ലവ് പ്രവർത്തകർ അറിയിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത. പാലിന് വേണ്ടിയെന്ന വ്യാജനെ പശുവിന്റെ അകിടിൽ പിടിച്ച ഗംഗേഷിനെ ബലാത്സംഗ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. ഇയാളെ വന്ധീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചതായി പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം, നന്ദി.